അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഡിവോഷണൽ സോങ്സ് ഒക്കെ എപ്പോഴാണ് പാടി തുടങ്ങിയത്? അത് എം.കോം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരു ഓർക്കസ്ട്രയിൽ പാടാനായിട്ട് അവസരം കിട്ടുന്നത്. ഫസ്റ്റ് ടൈം. ആ ആ അതെ, അത് കൊച്ചിയിലുള്ള ഒരു MM ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്, മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്, അവിടെയാണ് ഞാൻ ലൈവായിട്ട് ആദ്യം പാടുന്നത്. പാടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ തീർത്തും ഒരു അപരിചിതമായ ഒരു ലോകമായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ അതുവരെ ഇങ്ങനെ ഫിലിം സോങ്സ് ഒന്നും അങ്ങനെ പാടാറോ പഠിക്കാറോ ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ അതെ 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 എങ്ങനെയാവുന്നുള്ള അതെ അതെ ടെൻഷൻ. അതെ. അതാണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ ഭയങ്കര മ്യൂസിക് ലവേഴ്സ് ആണ്. അതെ അതെ അവരങ്ങനെ പാട്ടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടരാണ്. ആൾക്കാരാണ്. അപ്പൊ അവിടെ പാടാൻ പറ്റുക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയായിരുന്നു ശരിക്കും. അപ്പൊ തുടക്കം അവിടെ നിന്നായിരുന്നു. ഡിവോഷണൽ സോങ് അല്ലേ? അല്ലല്ല, ആദ്യം ഗാനമേളകൾക്കാണ് പാടി തുടങ്ങുന്നത്. ഗാനമേളകൾക്കാണ്. ഓ, ശരി ശരി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പ്രദീപ് മേനൻ എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡ് ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഇന്നില്ല. അദ്ദേഹമാണ് എന്നെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ റെക്കോർഡിങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പം ലീഡിങ് മ്യൂസീഷ്യനായിട്ടുള്ള ജെർസൻ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. ശരി ശരി.